നമസ്കാരം. വിഷുമായ സ്വാമി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ നമ്മുടെ വീട്ടിൽ ഐശ്വര്യവും സമൃദ്ധിയും നിറയാൻ വേണ്ടി വാസ്തുശാസ്ത്രത്തിൽ ചില ആചാരങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവയൊക്കെ കൃത്യമായി പാലിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് ഊർജം മാറ്റി പോസിറ്റീവ് തരംഗങ്ങൾ നിറയ്ക്കാൻ സാധിക്കുന്നു എന്നാണ്. എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ വൃത്തിയാണ് ലക്ഷ്മി ദേവിയുടെ പ്രവേശന കവാടം എന്നാണ് പറയുന്നത്. വീടിൻ്റെ പ്രധാന വാതിലിലൂടെയാണ് ഐശ്വര്യം വരുന്നത്. അതിനാൽ ഈ ഭാഗം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക എന്നത് വളരെയധികം പ്രധാനമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ദിവസവും വൈകുന്നേരങ്ങളിൽ പ്രധാന വാതിലിന് ഇരുവശത്തുമായിട്ട് വിളക്ക് തെളിയിക്കുന്നത് ദാരിദ്ര്യത്തിനെയൊക്കെ അകറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പ്രധാന വാതിലിന് നേരെ ചെരുപ്പുകളോ മാലിന്യങ്ങളോ ഇടരുത്. വാതിൽ തുറക്കുമ്പോൾ ശബ്ദം ഉണ്ടാകാനും പാടില്ല. പൂജാമുറി എപ്പോഴും വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായിരിക്കണം. ദിവസവും രാവിലെയും വൈകുന്നേരം നിലവിളക്ക് കൊളുത്തുക. ലക്ഷ്മി ദേവിയുടെ ചിത്രത്തിന് മുന്നിൽ നെയ്വിളക്ക് കത്തിക്കുന്നത് ധനാകർഷണത്തിന് ഏറ്റവും വളരെ ഉത്തമമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ പൂജാമുറിയിൽ വാടിയ പൂക്കളോ പൊട്ടിയ ചിത്രങ്ങളോ സൂക്ഷിക്കരുത്. വീടിൻ്റെ വടക്ക് ഭാഗം ധനത്തിൻ്റെ അധിപനായ കുബേരൻ്റെ ദിശയാണ്. അതുകൊണ്ട് ഈ ഭാഗത്ത് പണം സൂക്ഷിക്കുന്ന ലോക്കറോ അലമാരയോ വെക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധി നൽകുന്നതായിരിക്കും. പണം വെക്കുന്ന ലോക്കർ വടക്കോട്ട് തുറക്കുന്ന രീതിയിലായിരിക്കണം വെക്കേണ്ടത്. അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ അടുക്കളയിൽ എച്ചിൽ പാത്രങ്ങൾ കഴുകാതെ ഇടരുത്. വീട്ടിലെ അരിപാത്രവും ഉപ്പുപാത്രവും ഒരിക്കലും പൂർണ്ണമായി ശൂന്യമാകാൻ അനുവദിക്കുകയും ചെയ്യരുത്. അതുപോലെ തന്നെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് കന്നിമൂല ഈ ഭാഗം എപ്പോഴും ഭാരമുള്ള സാധനങ്ങൾ വയ്ക്കാനും വൃത്തിയായി സൂക്ഷിക്കാനും ചെയ്യുക. ഇവിടെ ചോർച്ചയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഴുക്കോ മാലിന്യമോ ഉണ്ടെങ്കിൽ അവിടെ നിന്നും അത് തുടർച്ച വൃത്തിയാക്കി ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതുപോലെ തന്നെ വീടിൻ്റെ മുറ്റത്ത് തുളസി നട്ടുപിടിപ്പിക്കുന്നത്, വൈകുന്നേരം വിളക്ക് വയ്ക്കുന്നത്, തുളസിക്ക് മുന്നിൽ വിളക്ക് വയ്ക്കുന്നത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വീട്ടിൽ വരുവാൻ എളുപ്പത്തിൽ സഹായിക്കുന്നു. അതുപോലെ അലമാര വയ്ക്കാൻ ഏറ്റവും ഉത്തമമായ സ്ഥാനം എന്ന് പറയുന്നത് തെക്കു പടിഞ്ഞാറേ മൂലയാണ്. ഈ ഭാഗത്ത് അലമാര വയ്ക്കുന്നത് സാമ്പത്തിക സ്ഥിരത നൽകുന്നതായിരിക്കും. അലമാരയുടെ മുൻഭാഗം ഡോർ എപ്പോഴും വടക്ക് ദിശയിലേക്ക് തുറക്കുന്ന രീതിയിലായിരിക്കും സ്ഥാപിക്കേണ്ടത്. വടക്ക് ദിശ കുബേരൻ്റെ ദിശയായതിനാൽ ഇത് ധനാകർഷണത്തിന് സഹായിക്കുന്നതുമായിരിക്കും. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. വീടിൻ്റെ 4 ഭാഗത്തും ഉപ്പ് വിതറുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വീട്ടിലെ നെഗറ്റീവ് ഊർജ്ജം മാറി പോസിറ്റീവ് ഊർജ്ജം വരുന്നതായിരിക്കും. അതുപോലെ തന്നെ തറ തുടയ്ക്കുന്ന വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ചേർക്കുകയാണെങ്കിൽ വീട്ടിലെ എല്ലാവരുടെയും പോസിറ്റീവ് ഊർജ്ജം നിറയ്ക്കാൻ സഹായിക്കുന്നു എന്നാണ്. ഇങ്ങനെയുള്ളൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ മഹാലക്ഷ്മിയുടെ ഐശ്വര്യം നമ്മുടെ വീട്ടിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ സമാധാനവും ഐശ്വര്യവും സമ്പത്തും എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും മുക്തി നേടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.